ആന എഴുന്നള്ളിപ്പിന് കേരള ഹൈക്കോടതി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾക്ക് സുപ്രീം കോടതിയുടെ സ്റ്റേ. 2012 നാട്ടാന പരിപാലന നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമാണ് നിയന്ത്രണങ്ങളെന്ന് ജസ്റ്റിസുമാരായ BV നാഗരത്നയും NK സിംഗും ഉത്തരവിൽ വ്യക്തമാക്കി. നിയന്ത്രണങ്ങൾ അപ്രായോഗികമാണെന്നും നിയമനിർമ്മാണാധികാരം ഹൈക്കോടതിക്ക് ഏറ്റെടുക്കാനാവില്ലെന്നും ബെഞ്ച് വാക്കാൽ നിരീക്ഷിച്ചു. തൃശൂർ പൂരം നടത്തിപ്പുകാരായ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ജനുവരി 5-ന് ഉത്സവമാണെന്നും ദേവസ്വങ്ങൾ അറിയിച്ചു. നാട്ടാന പരിപാലന നിയമത്തിലെ വ്യവസ്ഥ പാലിച്ച് ആനകളെ എഴുന്നള്ളിക്കാൻ അനുമതി നൽകിയ കോടതി എഴുന്നള്ളിപ്പിനിടെ അപകടമുണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്വം ദേവസ്വങ്ങൾക്കാണെന്ന് ഓർമ്മിപ്പിച്ച് സംസ്ഥാന സർക്കാരിനും കേന്ദ്രത്തിനും ദേവസ്വങ്ങൾക്കും നോട്ടീസ് അയച്ചു. ആനകൾ തമ്മിൽ കുറഞ്ഞത് 3 മീറ്റർ അകലം വേണം. ആനകളും ജനങ്ങളും തമ്മിൽ 8 മീറ്റർ അകലവും. ആനയും വെടിക്കെട്ട് നടക്കുന്ന സ്ഥലവും തമ്മിൽ 100 മീറ്റർ അകലം വേണം. പകൽ 9 മുതൽ വൈകിട്ട് 5 വരെ എഴുന്നള്ളിപ്പ് പാടില്ല തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ക്ഷേത്രങ്ങളിലെ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായ ചടങ്ങുകളെ മൃഗാവകാശങ്ങളുടെ പേരിൽ നിയന്ത്രിക്കുന്നത് ശരിയല്ലെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. ഇക്കാര്യത്തിൽ സന്തുലിതാവസ്ഥ വേണം. അവ നിയമങ്ങൾ പരിപാലിച്ചാവണം. ശൂന്യതയിൽ നിന്ന് ചട്ടങ്ങൾ ഉണ്ടാക്കാനാവില്ല. ചട്ടങ്ങളിൽ പോരായ്മയുണ്ടെങ്കിൽ ചൂണ്ടിക്കാട്ടുകയാണ് കോടതി ചെയ്യേണ്ടതെന്നും ബെഞ്ച് നിരീക്ഷിച്ചു. വ്യവസ്ഥകളെല്ലാം പാലിച്ചാണ് പൂരമടക്കമുള്ള ഉത്സവങ്ങൾ നടക്കുന്നതെന്ന് ദേവസ്വങ്ങൾക്കായി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ വാദിച്ചു. പലയിടങ്ങളിലും എഴുന്നള്ളിപ്പിനിടെ ആന വിരണ്ടോടിയിട്ടുണ്ടെന്ന് മൃഗസ്നേഹികളുടെ സംഘടനയ്ക്ക് വേണ്ടി അഭിഭാഷകരായ ശ്യാം ദിവാൻ, സിദ്ധാർത്ഥ് ലൂത്ര എന്നിവർ പറഞ്ഞു. പൂരത്തിൽ അത്തരം ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന് സിബൽ പറഞ്ഞു. അഭിഭാഷകരായ MR അഭിലാഷ്, മഹേഷ് സഹസ്രനാമൻ എന്നിവരും ദേവസ്വങ്ങൾക്ക് വേണ്ടി ഹാജരായി. എന്നിരുന്നാലും എഴുന്നള്ളിപ്പിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തതോടെ പൂരപ്രേമികളടക്കം ആഹ്ലാദത്തിൽ. തൃശൂർ പൂരം, ആറാട്ടുപുഴ പൂരം തുടങ്ങി കേരളത്തിൽ 1600ഓളം ക്ഷേത്രങ്ങളിൽ ഉത്സവം നടക്കാനിരിക്കെയാണ് എഴുന്നള്ളിപ്പുകൾ നടത്താൻ കഴിയാത്ത വിധം ഹൈക്കോടതി വിധിയുണ്ടായത്. ഇത് കേരളത്തിലെ പരമ്പരാഗത ഉത്സവങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തി. യുനെസ്കോ അംഗീകരിച്ച ലോക സൗന്ദര്യ പട്ടികയിൽ ഇടം പിടിച്ചതാണ് തൃശൂർ പൂരം. 36 മണിക്കൂർ നീളുന്ന പൂരച്ചടങ്ങുകളിൽ ആനകൾക്ക് ഏറെ പ്രാധാന്യമുണ്ട്. ഇതൊന്നും ഹൈക്കോടതി പരിഗണിച്ചില്ല. എഴുന്നള്ളിപ്പിൽ ആനകൾ തമ്മിൽ 3 മീറ്റർ അകലം പാലിക്കണമെന്നായിരുന്നു ഹൈക്കോടതിയുടെ പ്രധാന നിർദ്ദേശം. തൃശൂർ പൂരത്തിന്റെ പ്രധാന ആകർഷണമാണ് കുടമാറ്റം. ഇതിനായി തെക്കേ ഗോപുര നടയിലാണ് തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗത്തിന്റെ 15 ആന വീതം മുഖാമുഖം അണിനിരക്കുക. ഇത് നടത്താനാവാത്ത സ്ഥിതിയായി. വടക്കുംനാഥ ക്ഷേത്രത്തിനുള്ളിൽ ഇലഞ്ഞിത്തറ മേളത്തിനും പുറത്ത് ശ്രീമൂല സ്ഥാനത്തും 3 മീറ്റർ അകലം പാലിക്കാൻ ബുദ്ധിമുട്ടാണ്. മറ്റുത്സവങ്ങളിൽ ക്ഷേത്രത്തിനകത്തെ എഴുന്നള്ളിപ്പുകളും നടത്താനാവില്ല. ആനയുമായി കാണികൾ 8 മീറ്റർ അകലം പാലിക്കണമെന്ന നിർദ്ദേശവും പ്രതിസന്ധി തീർത്തു. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ ആനകളെ പൊതുനിരത്തിലൂടെ എഴുന്നള്ളിക്കരുതെന്ന വ്യവസ്ഥയും നടപ്പാക്കാൻ കഴിയാത്തതാണ്. പൂരങ്ങൾക്കും നേർച്ചകൾക്കും പെരുന്നാളുകൾക്കും എല്ലാം പകൽ സമയത്താണ് ആനകളെ എഴുന്നള്ളിക്കാറ്. രാത്രി 10 മുതൽ 4 വരെ ആനകളുടെ യാത്ര പാടില്ലെന്ന നിബന്ധനയും ആറാട്ടുപുഴ പൂരം അടക്കമുള്ള എല്ലാ രാത്രി പൂരങ്ങളെയും പ്രതിസന്ധിയിലാക്കുന്നതായി. വെടിക്കെട്ട് സ്ഥലവും ആനയും തമ്മിൽ 100 മീറ്റർ ദൂരപരിധി. ആനയും തീവട്ടിയും തമ്മിൽ 5 മീറ്റർ ദൂരപരിധി. ആനകൾ നിൽക്കുന്ന സ്ഥലത്ത് ബാരിക്കേഡ് എന്ന നിബന്ധനകളും പ്രായോഗികമാക്കാൻ ബുദ്ധിമുട്ടാണ്. സുപ്രീം കോടതി വിധി സ്വാഗതം ചെയ്യുന്നതായി പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി G. രാജേഷ്. കേരളത്തിലെ പൂരങ്ങളും പെരുന്നാളുകളും നേർച്ചകളും എല്ലാം നല്ല രീതിയിൽ നടത്താനാകും. എല്ലാ ക്ഷേത്രങ്ങളിലും ഉത്സവങ്ങൾ തടസ്സമില്ലാതെ നടത്താൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടണമെന്നും വെടിക്കെട്ടിന് ഏർപ്പെടുത്തിയ കേന്ദ്ര നിബന്ധനകൾ തിരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പൂരങ്ങളിൽ ആന എഴുന്നള്ളത്തിന് തടസ്സങ്ങളാണ് സുപ്രീം കോടതി വിധിയോടെ നീങ്ങിയതെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K. ഗിരീഷ് കുമാർ വ്യക്തമാക്കി. മൃഗസംരക്ഷണത്തിന്റെ പേരിൽ കപട മൃഗസ്നേഹികളാണ് രംഗത്ത് വരുന്നത്. ഇവരാണ് എഴുന്നള്ളത്തിനെ എതിർക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി.